NMMS പരീക്ഷയിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേക കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന രീതി ഒഴിവാക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഇംബൈബ് പദ്ധതി വഴി സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കരുത്തുള്ളതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് രാജ്യം നന്നായി വളരുന്നത്. അതും യുവ തലമുറയാവുമ്പോൾ, നമ്മുടെ കുട്ടികളാവുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കിട്ടിയാൽ തീർച്ചയായും അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. മലപ്പുറം ജില്ലയിൽ ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഇനിയുണ്ട്. പലർക്കും അവസരം കിട്ടുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ മാർക്കിലുള്ള പക്ഷപാതം തിരുത്തുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. മാർക്ക് ഈ ജില്ലയിൽ മാത്രം കട്ട് ഓഫ് മാർക്ക് വെച്ച് കുട്ടികളെ കൊടുക്കുന്ന രീതി ശരിയല്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് കൊണ്ടുപോകേണ്ടത്. ഈ കാര്യം തീർച്ചയായും പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാൻ കൂടുതൽ. അർഹരായവർക്ക് തുല്യമായ പരിഗണന ഉറപ്പാക്കണം. സ്കോളർഷിപ്പ് പരീക്ഷയിലെ അസമത്വം തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ചില മേഖലയ്ക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള നിലവിലെ മാർക്ക് രീതി അർഹരായ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നുണ്ട്. മനുഷ്യ വിഭവശേഷിയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അവസരങ്ങൾ ലഭിച്ചാൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പലത്തൊടി, വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് കടമ്പോട്ട്, മുൻ MLA P ഉബൈദുള്ള, ജനപ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.